വെബ്സൈറ്റിൻ്റെയൊക്കെ ഹോം പേജിൽ ഒരു ബാനറായിട്ട് സ്ലൈഡർ ഇമേജസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലൈഡർ ഇമേജസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രീ പ്ലഗിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഇത് വേർഡ്പ്രസ്സിൽ ആസ്ട്ര തീം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ബാനർ ഇമേജാണ് കിടക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഇതിന് പകരം ഒരു 3 ഇമേജസ് ഉള്ളൊരു സ്ലൈഡറാണ് കൊടുക്കാൻ പോകുന്നത്. ആദ്യമായി ഡാഷ്ബോർഡിലേക്ക് പോവുക. നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പ്ലഗിൻസിനകത്ത് പോയിട്ട് ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് സ്ലൈഡർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സ്മാർട്ട് 3 എന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്മാർട്ട് 3 സ്ലൈഡർ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ വരുന്ന ഈ ഒരു സ്മാർട്ട് സ്ലൈഡർ 3 എന്ന് പറയുന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും മുകളിൽ ഇപ്പോൾ സ്മാർട്ട് സ്ലൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. പുതിയ സ്ലൈഡർ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ധാരാളം ടെംപ്ലേറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും പെയ്ഡ് ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ്സ് കിട്ടാനായിട്ട് ഫ്രീ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് എല്ലാം കാണിക്കും. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ ഏതാണോ ആ ഒരു സ്റ്റൈൽ അനുസരിച്ചുള്ളത് നോക്കിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ഫ്രീ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സ്ലൈഡ്സ് കാണിക്കും. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റാം, ടെക്സ്റ്റ് മാറ്റാം, കളേഴ്സ് മാറ്റാം, എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇമേജ് മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആഡ് ന്യൂ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ടെക്സ്റ്റ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏത് ടെക്സ്റ്റാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എലമെൻ്ററിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ബട്ടൺ ടെക്സ്റ്റ് മാറ്റണമെങ്കിലും എന്താണോ മാറ്റേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പകരം വേണ്ട ടെക്സ്റ്റ് എന്താണെങ്കിലും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടെക്സ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്ലൈഡ് 2 നമുക്ക് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജും ടെക്സ്റ്റും ഓൾമോസ്റ്റ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഓവർലേ കൊടുക്കാം. താഴെ സ്ക്രോൾ ചെയ്താൽ ഓവർലേ ബട്ടൺ കാണും. ഒരു ബ്ലാക്ക് ഓവർലേ കൊടുക്കാം. ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണുകയും ചെയ്യും. എന്നാൽ ടെക്സ്റ്റ് മുകളിൽ ടെക്സ്റ്റ് റീഡബിളും ആയിരിക്കും. ഇതുപോലെ 3rd സ്ലൈഡും എഡിറ്റ് ചെയ്യുക. ഇനി ഒരു 4th സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രിവ്യൂ കാണാൻ വേണ്ടി പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കിയാൽ ആ ഫസ്റ്റ് ഇമേജിൻ്റെ ടെക്സ്റ്റ് അത്രയും റീഡബിൾ അല്ല. അതിനൂടെ ഒരു ബ്ലാക്ക് ഓവർലേ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ബേസിക് സെറ്റിങ്സ് ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. സൈസ് ഞാൻ തൽക്കാലം ഡീഫോൾട്ട് തന്നെ ഇടുന്ന ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കൺട്രോൾസ് നമുക്ക് ആരോയൊക്കെ എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ഡിസൈൻ എന്താണ്, കളർ എന്നൊക്കെ കൊടുക്കാനാണ് കൺട്രോൾസിനകത്ത്. ഓട്ടോ പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോ പ്ലേ ഓൺ ചെയ്തിടുക. എന്നാലേ സ്ലൈഡേഴ്സ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 8000 കിടക്കുന്നതിന് 4000 കൊടുക്കുക. എത്ര ടൈം ഡിലേ ആണത്. ബാക്കി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സേവ് ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡർ നമ്മുടെ ഹോം പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ പോയിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോഴുള്ള ഒരു ബാനർ ഇമേജ് റീപ്ലേസ് ചെയ്തിട്ട് ഇതിന് പകരമാണ് നമുക്ക് സ്ലൈഡർ കൊടുക്കേണ്ടത്. പുതിയൊരു ബ്ലോക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ മാർജിൻ ഒരു 90 പോയിൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇനി ചെയ്യാനുള്ളത് നേരെ എലമെൻറ്റ്സിനകത്ത് സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മാർട്ട് സ്ലൈഡർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് കിട്ടും. അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡർ ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈറ്റിനകത്ത് നമ്മുടെ സ്ലൈഡർ വന്നു. ഇനി നമുക്ക് ഈ ഒരു ബാനർ ഇമേജ് ആവശ്യമില്ല. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി സൈറ്റിൻ്റെ പ്രിവ്യൂ ഒന്ന് എടുത്ത് നോക്കുക.
ഇപ്പോൾ നമുക്ക് സൈറ്റിനകത്ത് സ്ലൈഡർ ഇമേജ് വന്നിട്ടുണ്ട്. ഓട്ടോ പ്ലേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാനർ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡർ ഇപ്പോൾ ഒരു ബോക്സ് ടൈപ്പാണ് കിടക്കുന്നത്. അതൊന്ന് ഫുൾ വിഡ്ത്ത് ആക്കാൻ വേണ്ടി ആ ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ ലേഔട്ടിൽ പോയി കഴിഞ്ഞിട്ട് കണ്ടൻറ് വിഡ്ത്ത് ബോക്സ് മാറ്റി ഫുൾ വിഡ്ത്ത് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇനി സൈറ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ നമുക്കൊരു ഫുൾ വിഡ്ത്തിലുള്ളൊരു ബാനർ ഈ സ്ലൈഡർ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ ഓട്ടോ പ്ലേയുടെ ടൈമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സ്ലൈഡറിൻ്റെ ഡാഷ്ബോർഡിൽ പോവുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ സൈസ് ഇപ്പോൾ കിടക്കുന്നത് ഹൈറ്റ് 600 ആണ്. ഞാൻ ഇത് മാറ്റി ഒരു 500 കൊടുത്ത് നോക്കുകയാണ്. നമ്മുടെ സൈറ്റിൻ്റെ ഒരു ഡിസൈനുമായിട്ട് ചേരുന്ന ഏതാണോ ആ ഒരു സൈസിലേക്ക് മാറ്റി കൊടുക്കാൻ നോക്കുക. ഒന്ന് റിഫ്രഷ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 500 ആണ്. ഇതൊന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു 400 കൊടുത്ത് നോക്കാം. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഹോം പേജ് എടുക്കുമ്പോൾ തന്നെ സ്ലൈഡറും കാണാൻ, തൊട്ട് താഴെ കുറച്ച് ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിനകത്ത് ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു സ്ലൈഡർ നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് 3 പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഒരു സ്റ്റൈൽ മാത്രമേ കാണിച്ചുള്ളൂ. ഇതുപോലെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള സ്ലൈഡേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഓരോന്നും കസ്റ്റമൈസ് ചെയ്യുന്ന ഈ രീതികളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് വേണ്ട ഇമേജസ് ആഡ് ചെയ്യാം, വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലൈഡ്സ് നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ഫ്രീ പ്ലഗിൻ യൂസ് ചെയ്യാൻ പറ്റും. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.